ഇത് ഈ മരുന്നൊക്കെ കഴിക്കുന്ന പോലെ 2 വീതം 3 തരം എന്ന് പറയുന്ന പോലെയാണ്. ഒരു ദിവസം തന്നെ 2-3 വീഡിയോകൾ, അതിലെല്ലാം അധിക്ഷേപം. ഇന്ന് പോലും 2 വീഡിയോകളാണ് രാഹുൽ ഈശ്വർ ഈ യുവതിയുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ് കാര്യങ്ങളെന്ന് വിശദീകരിച്ച് അല്ലെങ്കിൽ ന്യായീകരിച്ച് ഈ വീഡിയോ പുറത്തുവിടുന്നത്. അതിനു മുൻപ് 2 ദിവസങ്ങളായി ഈ തുടർച്ചയായി വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിലെല്ലാം തന്നെ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നതിനപ്പുറത്തേക്ക് അവരെ സ്ലട്ട് ഷെയിം ചെയ്യുക എന്നാൽ അവരുടെ പേര്, ചിത്രം അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്ന സ്ഥാപനം ഇതെല്ലാം പുറത്തുവിട്ടത് രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റുകളും വീഡിയോകളുമാണ്. തീർച്ചയായും ഇത്തരത്തിൽ രാഹുൽ ഈശ്വറിന് പിന്നാലെയാണ് മറ്റു പലരും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളൊക്കെ തന്നെ ഇരയെ ആരെന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ പിന്നാലെ വരാൻ തുടങ്ങി. ഇതിന് തുടക്കം കുറിച്ചത് രാഹുൽ ഈശ്വർ തന്നെയാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കുട്ടിയുടെ മറ്റു വിശദാംശങ്ങൾ ഒക്കെ തന്നെ ഇവർ വിവാഹിതയാണ് എന്നുള്ള അടക്കമുള്ള പല കാര്യങ്ങളും ഈ പുറത്തേക്ക് പറയുന്നതും ഈ വിവരങ്ങളൊക്കെ തന്നെ ചർച്ചയിൽ കൊണ്ടുവരികയും അത് ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയും ചെയ്ത രാഹുൽ ഈശ്വർ തന്നെയായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇവിടെ പ്രധാനമായും ഇരയടക്കം പരാതിയുമായി മുന്നോട്ട് വരാൻ കാരണം. ഈ പെൺകുട്ടിയുടെ അതിജീവതയുടെ എല്ലാ വിശദാംശങ്ങളും അവരുടെ കുടുംബത്തെ സംബന്ധിച്ചുള്ള അടക്കമുള്ള വിവരങ്ങൾ പല കാര്യങ്ങളും അവരുടെ ബന്ധുക്കൾ തന്നോട് പറഞ്ഞു എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയും അവരെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പൊതുമാധ്യമങ്ങൾക്ക് മുന്നിലും ഒക്കെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു രാഹുൽ ഈശ്വർ നടത്തിയത്. അതൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും രാഹുൽ ഈശ്വറിനെതിരായി വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു. ഇത് ഇരയ്ക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികളുമായി മുന്നോട്ട് വരാൻ ഉണ്ടായ ഒരു സാഹചര്യവും ഉണ്ടായത്. ഏതായാലും രാഹുൽ ഈശ്വറിനെ ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ ഈശ്വർ ചെയ്ത വലിയ തെറ്റ് തന്നെയാണ്. അതുപോലെ തന്നെ IT ആക്ട് ഉൾപ്പെടെയുള്ള വകുപ്പുകളാകും രാഹുൽ ഈശ്വറിനെതിരെ ഉണ്ടാവുക എന്നുള്ളതാണ്. സൈബർ ഇടങ്ങളിൽ ആക്ഷേപിച്ചതടക്കമുള്ള വകുപ്പുകളായിരിക്കും രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തപ്പെടുക. മാത്രമല്ല സ്ത്രീകളെ അപമാനിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തപ്പെടുമോ എന്നുള്ളതടക്കം കാണേണ്ടതുണ്ട്. ഏതായാലും രാഹുൽ ഈശ്വർ വലിയ രീതിയിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ചർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. ഇപ്പോൾ നിയമ നടപടിയിലേക്കും കടന്നിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള ഈ രാഹുൽ ഈശ്വറിന്റെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോലും നിരവധി ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന പേജുകളാണ്. ആ പേജുകളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ നടത്തി. ഇത് വലിയ രീതിയിൽ ആ ഇരയെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്, അപമാനിക്കുക തന്നെയാണ് ചെയ്തതെന്നുള്ള ആക്ഷേപങ്ങളാണ് ഉയർന്നിട്ടുള്ളത്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ പൗടിക്കോണത്തെ വീട്ടിലേക്ക് സൈബർ പോലീസ് എത്തിയിട്ടുള്ളത്. സൈബർ പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുന്ന സമയം തന്റെ വാഹനത്തിൽ തന്നെ അവിടേക്ക് എത്തിക്കൊള്ളാമെന്ന് പറയുകയായിരുന്നു. അതിന് പോലീസ് അനുമതി നൽകി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ അല്പസമയത്തിനകം രാഹുൽ ഈശ്വർ ഇപ്പോൾ ഈ പോലീസ് ട്രെയിനിങ് കോളേജിലേക്ക് എത്തും. ഇവിടെയാകും ചോദ്യം ചെയ്യൽ നടക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.